അനധികൃതമായ വാഹനങ്ങളിൽ ഭക്ഷണ വിതരണം നടത്തുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി ഷാർജ മുനിസിപ്പാലിറ്റി. ഇത്തരക്കാരെ കണ്ടെത്താൻ പരിശോധന ഊർജിതമാക്കിയതായും നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അനുമതിയില്ലാതെയും എമിനറ്റിൽ ഭക്ഷണവും പച്ചക്കറിയും ഉൾപ്പെടെയുള്ളവ വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയുമായി ഷാർജ മുനിസിപ്പാലിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക ലക്ഷ്യമിട്ടാണ് നടപടി. ഇത്തരം അനധികൃത വിൽപ്പനക്കാരെ കണ്ടെത്താൻ വ്യാപകമായ പരിശോധന തുടങ്ങിയിട്ടുണ്ടെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. വാഹനങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് പ്രത്യേകം പെർമിറ്റ് സ്വന്തമാക്കിയിരിക്കണം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉറപ്പുവരുത്താനായി കർശനമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇത്തരം വാഹനങ്ങൾക്ക് പെർമിറ്റ് അനുവദിക്കാറുള്ളത്. ഭക്ഷണ സാധനങ്ങൾ കേടുവരാതിരിക്കാൻ ആവശ്യമായ താപനില നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഘടിപ്പിച്ചവയായിരിക്കണം വാഹനങ്ങൾ എന്നതുൾപ്പെടെയാണ് ഉറപ്പുവരുത്താറ്. ലൈസൻസ് ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കളുമായി വരുന്ന വാഹനങ്ങളിൽ നിരുത്സാഹപ്പെടുത്തണമെന്ന് ഹെൽത്ത് കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജമാൽ അൽ മസ്മി പറഞ്ഞു. ഇതോടൊപ്പം ഇത്തരം സ്ഥാപനങ്ങൾ അധികൃതർ പുറത്തിറക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചു. 24 ദുബായ്.